അല്പ തിരക്കുണ്ട്. അമ്മക്കൊണ്ട് കുറെ തിരക്ക് ഉണ്ടാ ആ ഉമ്മർ ഇരിക്കി. ഇതാണ് കുഞ്ഞാപ്പു, ഇങ്ങടെ മോളെ ഇവന് വേണ്ടി ആലോചിച്ചത്. എന്റെ ഇക്ക, കല്യാണം ആലോചിക്കാനൊന്നും ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു വിലാസം കൊടുത്തു എന്നുള്ളത് ശരിയാ. പക്ഷെ അപ്പോഴേക്കും ഇവരെല്ലാരും കൂടെ പോയിട്ട് കല്യാണ തീയതി ഉറപ്പിച്ചിട്ട് വന്ന നിങ്ങള് തമ്മിൽ ആദ്യമായിട്ട് കാണുകയല്ലേ? അതെ. ഇത് എന്ത് നാട്ടുകടപ്പാ ഉമ്മറെ? ചെക്കനെ കാണാണ്ട് സംസാരിക്കാണ്ട് വേണോ പെണ്ണിനെ നിക്കാ ഉറപ്പിക്കുന്നത്? അതൊക്കെ പറഞ്ഞു മയ്യാരെ. അപ്പൊ ഇയാളും ഹാജിയാരും പറഞ്ഞത് പെണ്ണും ചെക്കനുമായിട്ട് 16 വർഷമായിട്ട് അടുപ്പത്തിലാണ്, കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു ഒളിച്ചോടി പോകുക പോലും ചെയ്യുന്നു. കണ്ടോ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? 16 വർഷം പോയിട്ട് 16 ദിവസം പോലും ആയിട്ടില്ല ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട്. പിന്നെ എങ്ങനെ പ്രേമിക്കാനാ? എല്ലാത്തിനും കാരണക്കാരൻ ഇയാളെ വെറുതെ വിടരുത്. കുഞ്ഞാപ്പു നിർത്ത്. ഹാജിയാരെ, പറയുന്നതുകൊണ്ട് വിരോധം തോന്നരുത്. ഉമ്മർ ഈ പറയുന്നത് സത്യമാണെങ്കിൽ ഹാജിയാർക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് ഒഴിയാൻ പറ്റില്ല. എന്നുവെച്ചാ ഒന്നുകിൽ കുഞ്ഞാപ്പുവിനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കുക, അല്ലെങ്കിൽ റസിയയ്ക്ക് അനുയോജ്യനായ ഒരു വരനെ ഹാജിയാര് തന്നെ കണ്ടുപിടിച്ച് പറഞ്ഞുറപ്പിച്ച തീയതിക്ക് കല്യാണം നടത്തി കൊടുക്കുക. അതാണ് തറവാടിത്തം. അതാണ് ശരി. ഇനി ആ കുട്ടിക്ക് പറ്റിയ ചെക്കൻ നമ്മളെവിടെ പോയി കണ്ടുപിടിക്കാൻ? മൊയിലാളി എന്റെ മണ്ടയിൽ ഒരു കുത്തി മിന്നുന്നുണ്ട്. മൊയിലാളിയുടെ മകൻ ചെയ്തിന് വേണ്ടി മൊയിലാളി പെണ്ണിനെ നടക്കില്ലേ? ഓനെ കൊണ്ട് റസിയാനെ കെട്ടിച്ചാലോ? തൊട്ടുപോകരുത്. സലാഹുദ്ദീൻ പറഞ്ഞാണ് കറക്റ്റ്. അതാണ് അതിന്റെ ശരി. ഹാജിയാരെ, നമുക്ക് ആ വഴിക്ക് കൂടി ഒന്ന് ആലോചിച്ചാലോ? അതിന് പെൺകുട്ടി സമ്മതിക്കണ്ടേ? പെൺകുട്ടിയുടെ സമ്മതോട് നിങ്ങൾ ബേജാറാവണ്ട, അത് ഞാൻ സമ്മതിപ്പിച്ചോളാം.